നമുക്ക് കടപ്പുറത്തോട്ടൊന്ന് പോകണം. 10 ദിവസമായിട്ടും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു. കൊല്ലം നീണ്ടകരയിൽ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിലിന് INS കൽപ്പേനിയും നേവി സംഘവും എത്തിയിട്ടുണ്ട്. നേവിയും കോസ്റ്റൽ പോലീസും തമ്മിൽ സഹകരണമില്ലെന്നാണ് ഗൗതമിന്റെ അമ്മ രേഷ്മ പറഞ്ഞത്. ആ പ്രതികരണമുണ്ട്, ഒന്ന് കേൾക്കാം. നമ്മുടെ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും കൂടി ചേർന്നിട്ട് ഒരു അനുയോജ്യമായ ഒരു തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ട് എന്ന് അറിയുന്ന ഗവൺമെന്റ് ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ വൈകിയതെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ ഇനി ഈ 10 ദിവസം കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുള്ളതിന് അടിസ്ഥാനപരമായിട്ട് അവർ വീണ്ടും പറയുകയാണ്, ഇതൊക്കെ തന്നെയാണ് നിങ്ങളിനി എത്ര കിടന്ന് കൊല വിളിച്ചാലും ഞങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ദിവസം കഴിയുന്തോറും നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം. മുതലപ്പുഴയിൽ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ അതീവ ദുഷ്കരമാണെന്ന് സ്കൂബ ടീം. കടലിനോട് ചേർന്ന ഭാഗത്ത് സീറോ വിസിബിലിറ്റിയാണ്. അപകടം നടന്നയിടത്ത് തെരച്ചിൽ നടത്തുക സാധ്യമല്ല. കോസ്റ്റൽ പോലീസിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും തെരച്ചിൽ പ്രദേശത്ത് ഇപ്പോൾ പുരോഗമിക്കും. 99% നമുക്ക് അവിടെ ഇല്ല എന്നുകൊണ്ട് നമുക്ക് പറയാം. കാരണം നല്ല രീതിയിൽ നമ്മൾ അയച്ചു പറക്കി നോക്കിയിട്ടുണ്ട്. കല്ലിനിടയിൽ നമ്മളെല്ലാം നോക്കി. ഇതിന്റെ അപ്പുറത്തേക്ക് ഒഴുക്ക് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ നമുക്ക് ഒരിക്കലും കവർ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഒരു അവസ്ഥയിലല്ല. കടൽ ഭയങ്കരമായിട്ട് റഫായി നിൽക്കുന്ന സമയമാണ്. കടലിന് ഒതുങ്ങി കുറച്ചുകൂടെ ഈ കലക്കലൊക്കെ ഒന്ന് മാറുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കാലാവസ്ഥ ഇപ്പൊ അനുകൂലമാണെങ്കിൽ അടുത്തതിന് ഏത് ഏരിയയിലേക്കായിരിക്കും മാറി ഇപ്പൊ ചെയ്തതിൽ നിന്നും മാറി കുറച്ചുകൂടെ ഉള്ളിലേക്കായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കാൻ പറ്റുന്നത്. പുറത്ത് നമുക്ക് അകത്തേക്ക് നോക്കേണ്ട സാധ്യതയില്ല. കാരണം തിരക്ക് പ്രഷർ കുറവാണ്. സോ അവർ നമ്മളെ ഒരു ബോഡിയിലെ അകത്തേക്ക് പ്രഷർ ചെയ്ത് വെക്കാനുള്ള സാധ്യതയില്ല. സോ പിന്നുള്ളത് തിര അടിക്കുന്ന ഭാഗത്താണ്. അവിടെ പക്ഷേ തിര ഒതുങ്ങിയാൽ മാത്രമേ നമുക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ. AV ജയശങ്കർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AV ജയശങ്കർ, അമ്മ രേഷ്മ ഒരു പരാതി പറയുന്നത് ഈ കോസ്റ്റൽ പോലീസും നാവികസേനയും തമ്മിൽ ഒരു ഏകോപനമില്ല എന്നുള്ളതാണോ? ഇപ്പോഴും INS കൽപ്പേനിയിലെ നാവികർക്ക് തെരച്ചിൽ നടത്താൻ സാധിക്കുന്നില്ലേ? എന്താണ് നീണ്ടകരയിൽ സംഭവിക്കുന്നത് ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ തുടക്കത്തിൽ ഒരു ഏകോപനത്തിന്റെ കാര്യമാണ്. ഈ കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും അല്ലെങ്കിൽ കോസ്റ്റൽ പോലീസും തമ്മിൽ ഒരു ഏകോപനം ഉണ്ടായില്ല. തുടക്കത്തിൽ അത്തരം ഒരു ഏകോപനം ഉണ്ടായിരുന്നെങ്കിൽ മകന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നേവിയൊക്കെ വന്നു. INS കൽപ്പേനി ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനകളിൽ അവർക്ക് സംതൃപ്തിയുണ്ട്. പക്ഷെ അവർ അപ്പോഴും പറയുന്ന കാര്യം, ഇങ്ങനെ പരിശോധന നടത്തുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവണം. ആ റിസൾട്ട് ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ അത് എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് പറയാനാകുമെന്നാണ് പറയുന്നത്. മകന്റെ മൃതശരീരം, ഭൗതികദേഹമെങ്കിലും കണ്ടെത്തി തരണം എന്നൊരു അഭ്യർത്ഥനയാണ് ആ അമ്മ മുന്നോട്ട് വെക്കുന്നത്. മകനെ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയൊക്കെ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അവസാനം നോക്കുന്നു കാണാൻ ആ മകന്റെ ജീവൻ. അത് ഈ ഒരു നേവിയുടെ ഒരു തെരച്ചിൽ ലഭ്യമാകുന്ന ഒരു പ്രതീക്ഷയിലാണ് ആ അമ്മ ഉള്ളത്. അപ്പോഴും അവർ ആ സിസ്റ്റത്തിന്റെ ആ അലംഭാവത്തെ, ആ തുടക്കത്തിലെ മെല്ലപ്പോക്കിനെ വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ നേവിയുടെ INS കൽപ്പേനിയിൽ നേവിയുടെ ഉദ്യോഗസ്ഥരെത്തി. അവരുടെ ഡൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മുങ്ങൽ വിദഗ്ധർ കടലിൽ ഈ അപകടം നടന്ന ഏരിയയിൽ മുങ്ങി തപ്പുകയാണ്. നിലവിൽ ആ പ്രദേശത്തൊക്കെ തന്നെ തിരച്ചിലുണ്ട്. കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു ആലോചന ഉണ്ട്. ഇന്നെന്തായാലും കടൽ അല്പം ശാന്തമാണ്. കൊല്ലത്ത് നീണ്ടകര പ്രദേശത്ത് കടൽ ശാന്തമാണെന്നത് അനുകൂലമാണ്. അപ്പോൾ എന്തായാലും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനവും ജില്ലാ ഭരണകൂടം ആശ്രമം മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു തിരച്ചിലിൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകും. ഇങ്ങനെ അനന്തമായി തിരച്ചിൽ നീട്ടിക്കൊണ്ടുപോകണമെന്ന് നമ്മ പറയുന്നില്ല. നിശ്ചിത സമയം കഴിഞ്ഞാൽ താൻ ഏതായാലും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ തയ്യാറാണ്. തനിക്ക് അത്തരം ഒരു പരാതിയില്ല. പക്ഷേ ഉള്ള സമയത്ത് പരമാവധി ആ രീതിയിലുള്ള തെരച്ചിൽ വേണമെന്നൊരാവശ്യമാണ് രേഷ്മ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇതുവരെ ഈ ഗൗതമിനെ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഈ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു തെരച്ചിലുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇന്ന് അത്യാവശ്യം കുറവായതിനാൽ ആ മേഖലയിൽ കൂടിയുള്ള ഒരു തിരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും 11ാം ദിവസമാണ്. ഇത്രയും ദിവസമായിട്ടും ഈ ഗൗതമിനെ കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവും ഇതുവരെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ കുടുംബത്തെ സംബന്ധിച്ചത് വലിയ തോതിലുള്ള വൈകാരിക പ്രശ്നം കൂടിയാണ്. എന്തായാലും ഇന്ന് നിരാഹാരം ഉൾപ്പെടെ ഇരിക്കാൻ അമ്മ തയ്യാറെടുത്തിരുന്നു. പക്ഷേ ഈ നേവിയൊക്കെ എത്തി തെരച്ചിൽ ആരംഭിച്ചൊരു സാഹചര്യത്തിൽ അമ്മ തൽക്കാലം അത്തരം തീരുമാനങ്ങളിൽ നിന്നൊക്കെ മാറിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറും രാവിലെ അമ്മയെ എത്തി കണ്ട് ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്തായാലും ജില്ലാ കളക്ടർ പറയുന്ന പരിമിതികളിൽ നിന്നുകൊണ്ട് പരമാവധി സംവിധാനം ഉപയോഗിച്ച് കുടുംബം ആവശ്യപ്പെട്ട എല്ലാ രീതിയിലുള്ള പരിശോധനയും നിലവിൽ നടത്തുന്നുണ്ടെന്നാണ് ജില്ലാ കളക്ടർ ഇന്ന് രാവിലെ നമ്മളോട് പറഞ്ഞത്. ഡോക്ടർ ഓക്കെ, താങ്ക് യു. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പുരോഗമിക്കുകയാണ് തെരച്ചിൽ. പക്ഷേ ഏകോപനം വേണ്ടത്ര ഉണ്ടായില്ല എന്നാണ് നീണ്ടകരയിൽ നിന്ന് ഗൗതത്തിന്റെ അമ്മ പറയുന്നത്.